എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് +1 സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ കളക്ഷൻ ഓഫ് ഡാറ്റ ദത്തങ്ങളുടെ ശേഖരണം എന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ പാഠത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. പ്രാഥമിക ദത്തം ശേഖരിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതായത് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സിനെ പറ്റി പഠിച്ചു. പിന്നെ ഒരു നല്ല ക്വസ്റ്റിനെയറിന്, അതായത് ഒരു നല്ല ചോദ്യാവലിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെ പറ്റി പഠിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അതാണ് പൈലറ്റ് സർവേ. പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ക്വസ്റ്റിനെയർ അല്ലെങ്കിൽ ചോദ്യാവലി തയ്യാറാക്കി കഴിഞ്ഞാൽ അതൊരു ചെറിയ ഗ്രൂപ്പിൽ പരീക്ഷണം നടത്തി നോക്കുന്നതിനെയാണ് പൈലറ്റ് സർവേ അഥവാ ചോദ്യാവലിയുടെ മുൻകൂട്ടിയുള്ള പരീക്ഷണം എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? ക്വസ്റ്റിനെയർ അല്ലെങ്കിൽ ചോദ്യാവലി തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം അതൊരു ചെറിയ ഗ്രൂപ്പിൽ കൊടുത്തുകൊണ്ട് മുൻകൂർ പരീക്ഷണം നടത്തുന്നതിനെയാണ് പൈലറ്റ് സർവേ അല്ലെങ്കിൽ പരീക്ഷണ സർവേ എന്ന് പറയുന്നത്. അപ്പം പൈലറ്റ് സർവേയുടെ 2 ഗുണങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കണം. എന്തൊക്കെയാണ്? നടത്താൻ പോകുന്ന സർവേയെക്കുറിച്ച് പ്രാഥമികമായ വിവരങ്ങൾ ലഭിക്കുന്നു. ചോദ്യങ്ങളിലെ, അതായത് ക്വസ്റ്റിനെയറിലെ പോരായ്മകൾ മനസ്സിലാക്കാനും ആവശ്യമായ തിരുത്തലുകൾ നടത്താനും സാധിക്കുന്നു. എന്താണ്? നടത്താൻ പോകുന്ന സർവേയെക്കുറിച്ച് പ്രാഥമികമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചോദ്യങ്ങളിലെ പോരായ്മകൾ മനസ്സിലാക്കാനും ആവശ്യമായ തിരുത്തലുകൾ നടത്താനും സാധിക്കുന്നുണ്ട്. പൈലറ്റ് സർവേ. When a questionnaire is ready, it is always advisable to try out the questionnaire or schedule on a limited number of informants, which is known as pilot survey or pre-testing of the questionnaire. This should be done before the actual survey is undertaken. This brings out problems which can be attended to before the large-scale survey begins. This is called pilot survey. Pilot survey also helps in assessing suitability of questions, clarity of instructions, performance of enumerators, and cost time ഇൻവോൾവ് ഇൻ ആക്ച്വൽ സർവേ. അതായത് പൈലറ്റ് സർവേ കൊണ്ട് കുറേ നേട്ടങ്ങളുണ്ട്. ചോദ്യങ്ങളിലെ തെറ്റുകൾ തിരുത്താൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ ഈ അന്വേഷകരുടെ എന്യൂമറേറ്റേഴ്സിൻ്റെ അവരുടെ മേന്മ, മികവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ പൈലറ്റ് സർവേയിലൂടെ നടക്കും. അപ്പോൾ പൈലറ്റ് സർവേയെ പറ്റി നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കി വെക്കുക. അടുത്ത ടോപ്പിക്കാണ് സെൻസസ് സർവേയും സാമ്പിൾ സർവേയും. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് സെൻസസ് സർവേയും സാമ്പിൾ സർവേയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, വ്യത്യാസങ്ങൾ എഴുതാൻ. അപ്പോൾ എന്താണ് സെൻസസ് സർവേ എന്ന് പറയുന്നത്? മുഴുവൻ യൂണിറ്റുകളിൽ നിന്നും അഥവാ സമഷ്ടിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് നമ്മൾ സെൻസസ് എന്ന് പറയുന്നത്. അതായത് പഠന വിധേയമാക്കുന്ന മുഴുവൻ യൂണിറ്റുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിനെയാണ് നമ്മൾ സെൻസസ് രീതി എന്ന് പറയുന്നത്. ഓക്കെ, മുഴുവൻ യൂണിറ്റുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് പഠനം നടത്തുന്നതിനെ നമ്മൾ സെൻസസ് സർവേ എന്ന് പറയുന്നു. അപ്പോൾ സാമ്പിൾ സർവേയോ എന്താണ്? ഒരു നിശ്ചിത സമഷ്ടിയിൽ നിന്ന് ഒരു സാമ്പിൾ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയെ സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നു. ഈ പ്രതിനിധി സാമ്പിളിംഗ് നിന്നാണ് ഗവേഷകൻ വിവരങ്ങൾ ശേഖരിക്കുന്നതും നിഗമനങ്ങളിൽ എത്തുന്നതും. ഇങ്ങനെ സാമ്പിൾ എടുത്തുകൊണ്ട് നടത്തുന്ന സർവേയെ സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്യുന്നില്ല, മുഴുവനായിട്ടും പഠന വിധേയമാക്കുന്നില്ല, പകുതി സാമ്പിൾ എടുത്ത്, അതായത് ഒരു ചെറിയൊരു ഭാഗം മാത്രം എടുത്ത് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. Census. Population or universe in statistics denotes totality of items under study. A complete enumeration of all the items in a population is known as census survey. A complete enumeration of all the items is in the population is known as census survey. ഇനി നമുക്ക് സാമ്പിൾ സർവേ നോക്കാം. A sample refers to a group or selection of the population or universe from which information is to be obtained. അപ്പോൾ അതാണ് സെൻസസ് സർവേയും സാമ്പിൾ സർവേയും. നിങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്, അതായത് സാമ്പിളിംഗ് രീതികൾ. നമ്മൾ ഇത്ര നേരം പറഞ്ഞു സെൻസസ് സർവേ, സാമ്പിൾ സർവേ, അതൊക്കെ എന്താണ്? സാമ്പിളിംഗ് ആണ് അല്ലേ? ഇനി നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നതിൻ്റെ രീതികളാണ് പറയുന്നത്. സാമ്പിളിംഗ് തിരഞ്ഞെടുക്കുന്നതിന് പ്രധാനമായി 2 രീതികളുണ്ട്. ആ രീതികൾ ഏതൊക്കെയാണ് എക്സാമിൽ ചോദിക്കും. ആദ്യത്തേതാണ് യാദൃശ്ചിക സാമ്പിളിങ്ങും, രണ്ടാമത്തേതാണ് യാദൃശ്ചികമല്ലാത്ത സാമ്പിളിങ്ങും. അതായത് റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും അല്ലേ? റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും. അത് നമുക്ക് റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ യാദൃശ്ചിക സാമ്പിളിംഗ് എന്താണെന്ന് നോക്കാം. യാദൃശ്ചിക സാമ്പിളിങ്ങിൽ എല്ലാവർക്കും തിരഞ്ഞെടുക്കപ്പെടുന്നതിന് തുല്യ അവസരം ലഭിക്കുന്നുണ്ട് അല്ലേ? റാൻഡം സാമ്പിളിംഗ് എന്ത് ചെയ്യുന്നു? എല്ലാ വ്യക്തികൾക്കും സാമ്പിളായി തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ തുല്യ അവസരം ലഭിക്കുന്നു. എന്നാൽ നോൺ റാൻഡം സാമ്പിളിങ്ങിനോ എന്തില്ല? പോപ്പുലേഷൻ്റെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും സാമ്പിളിൽ ഉൾപ്പെടുത്തുവാൻ തുല്യ സാധ്യത നൽകാത്ത സാമ്പിളിംഗ് രീതിയാണ് എന്ത്? യാദൃശ്ചികമല്ലാത്ത സാമ്പിളിംഗ് രീതി. യാദൃശ്ചിക സാമ്പിളിങ്ങിൽ എല്ലാ വ്യക്തികളെയും തുല്യമായി തിരഞ്ഞെടുക്കുന്നു. എന്നാൽ യാദൃശ്ചികമല്ലാത്ത സാമ്പിളിങ്ങിലോ പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റുകളെയും ഉൾപ്പെടുത്താതെ നടത്തുന്നു.
അതേപോലെ തന്നെ ഈ യാദൃശ്ചിക സാമ്പിളിംഗ്, റാൻഡം സാമ്പിളിംഗ് പ്രധാനമായിട്ട് 2 തരത്തിലുണ്ട്. അതൊക്കെയാണെന്ന് പഠിച്ചു നോക്കണം. ഫസ്റ്റത്തേത് ലോട്ടറി രീതിയും സെക്കൻഡേത് റാൻഡം നമ്പർ പട്ടികകളും. അതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. വേരിയസ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് അണ്ടർ ദ 2 broad heads. First one, random sampling. Second one, non-random sampling. Random sampling. It refers to that technique in which each and every unit of population has an equal opportunity of being selected in a sampling. In a sample. അതായത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് സെലക്റ്റഡ് ആണെന്ത് റാൻഡം സാമ്പിളിംഗ്. ഇതിൽ തന്നെ റാൻഡം സാമ്പിളിംഗ് മേ ബി സെലക്റ്റഡ് ബൈ ലോട്ടറി മെത്തേഡ് ഓർ റാൻഡം നമ്പർ ടേബിൾ മെത്തേഡ്. അതായത് 2 തരം എന്തുണ്ട് റാൻഡം സാമ്പിളിംഗ് ഉണ്ട്. ഫസ്റ്റത്തേതാണ് ലോട്ടറി മെത്തേഡ്, സെക്കൻഡ് വൺ റാൻഡം നമ്പർ ടേബിൾ മെത്തേഡ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് എന്ത് സെൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് NSSO. സെൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് NSSO. അതായത് എന്താണ്, നമ്മൾ ഇത്ര നേരം ഡാറ്റ എന്ന് പറഞ്ഞു. ഈ ദത്തങ്ങളെ ശേഖരിക്കുന്ന ചില ഏജൻസികളെ പറ്റിയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. Census of India and NSSO. There are some agencies both at national and state level which collect, process and tabulate data for useful purpose. Some of the agencies at the national level are the following. അതായത് ഈ ദത്തങ്ങൾ ശേഖരിച്ച് സംസ്കരിച്ച് പട്ടിക രൂപത്തിലാക്കുന്ന ഏജൻസികളുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു 4-3 നിങ്ങൾ പഠിച്ചു വെക്കുക, ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ആദ്യത്തേത് സെൻസസ് ഓഫ് ഇന്ത്യ, രണ്ടാമത്തേത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ NSSO, മൂന്നാമത്തേത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO, ആൻഡ് നാലാമത്തേത് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ RGI. ദത്തങ്ങൾ ശേഖരിച്ച് സംസ്കരിച്ച് പട്ടിക രൂപത്തിലാക്കുന്ന ധാരാളം ഏജൻസികൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ചില പ്രധാന ഏജൻസികൾ താഴെ പറയുന്നു. സെൻസസ് ഓഫ് ഇന്ത്യ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പം ഈ പാഠത്തിൽ നിന്ന് ഇത്രയുമൊക്കെ പഠിക്കാനുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ വീഡിയോ യൂസ് ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ് നോക്കേണ്ടത്. 3ാമത്തെ ചാപ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, ദത്തങ്ങളുടെ വർഗീകരണം. നമ്മളിപ്പം എന്ത് ചെയ്തു, കളക്ട് ചെയ്തു. ഇനി അതിനെ ഓർഗനൈസ് ചെയ്യാൻ പോവുകയാണ് ഈ ചാപ്റ്ററിലൂടെ. അപ്പം ഈ ചാപ്റ്ററിന് ഫുൾ തിയറിയാണ്, പകുതിയും തിയറി തന്നെയാണ്. 4ാമത്തെ ചാപ്റ്ററും പകുതി തിയറിക്ക് തന്നെയാണ്. നമുക്ക് മെയിനായിട്ടും 5ാമത്തെ ചാപ്റ്റർ തൊട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ പ്രോബ്ലംസ് വരുന്നത്. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണാം.